സോ ഫാങ് ആണെങ്കിൽ ഇവന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചിട്ടേ പോകുമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കറക്റ്റ് ഹാൻ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് ഹോമിങ്ങിനോട് സോറി പറഞ്ഞിട്ട് അവര് പിണിഞ്ഞ് വലിച്ചെടുത്ത് കൊണ്ടുപോവാണ്. അപ്പൊ ഇവിടെ ലിയാങ് തന്നെയാണ് അന്ന് നൈറ്റ് ഷോയാനെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ലിയാങ് ആണെങ്കിൽ ഷോയാനോട് ഇവനൊരു കോഴിയാണെന്ന് ഇവളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവോ എന്ന് വിചാരിച്ച താൻ അങ്ങനെയൊന്നും അല്ല, റിലേഷൻഷിപ്പിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവള് ഞാൻ വീടെത്തി, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ലിയാങ് ഞാൻ ശരിക്കും നിന്നോടുള്ള ഇന്നത്തെ ദിവസം വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവന്റെ ആ ഒരു ഇഷ്ടം ഇവളോട് പറയാനൊക്കെ ആയിട്ട് ശ്രമിക്കുമ്പോൾ ഷുയാൻ മിസ്റ്റർ ലിയാങ്, എന്റെ കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റർ ഇല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് തന്ന് ഹെൽപ്പ് ചെയ്തത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് എന്തുകൊണ്ടും കടപ്പാട് മാത്രമാണുള്ളത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെന്ന് വിളിച്ചപ്പോൾ ഞാൻ കൂടെ വന്നത്. പക്ഷെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് എൻജോയ് ചെയ്തത്. എന്നാൽ അതിനും അപ്പുറം ഒരു ബന്ധത്തിന് എനിക്ക് ഒരു താല്പര്യമില്ല എന്നിങ്ങനെ ഇവള് പറയാതെ പറയുമ്പോൾ ലിയാങ് ഞാൻ നിന്നെ വേറൊരു രീതിയിലാണ് സമീപിക്കുന്നതെന്ന് നീ വിചാരിക്കേണ്ട, ഞാൻ ശരിക്കും സിംഗിൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇവള് പക്ഷെ ഞാൻ മാരീഡ് ആണ് എന്ന് പറയുന്നതെല്ലാം തന്നെ അങ്ങോട്ടേക്ക് വന്ന ഹോമിങ് കേട്ടുകൊണ്ട് നിൽക്കാണ്. അപ്പോൾ ലിയാങ് പക്ഷെ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്, അതും ഡിവോഴ്സിന്റെ വക്കിൽ വരെ എത്തി, ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാനും അദ്ദേഹമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്നെ സോൾവ് ചെയ്തോളാം. അഥവാ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതിനർത്ഥം ഞാൻ മറ്റൊരാളെ സ്വീകരിക്കാൻ വേണ്ടി റെഡിയാണെന്നല്ല. ഇന്നത്തെ ദിവസം നല്ലൊരു സിനിമാറ്റിക് സമീപിച്ചതിന് താങ്ക്സ്. നിങ്ങളുടെ വൈബിനും കാഴ്ചപ്പാടിനും പറ്റിയൊരു പെൺകുട്ടിയെ എന്തായാലും നിങ്ങൾക്ക് ഒരിക്കലും കിട്ടും. പക്ഷെ എന്റെ മുന്നിൽ നിങ്ങൾ എപ്പോഴും നല്ലൊരു ഇൻവെസ്റ്റർ മാത്രമായിരിക്കും എന്ന് പറയുമ്പോഴും ലിയാങ് വിടുന്നില്ല. എനിക്ക് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഞാനും നല്ലൊരു ഇൻവെസ്റ്റർ തന്നെ ആയിരിക്കും. എന്തായാലും പോകെ പോകെ നമുക്കിടയിലെ ട്രസ്റ്റും അണ്ടർസ്റ്റാൻഡിംഗും ഒക്കെ കൂടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഹോമിങ് ആണെങ്കിൽ കറക്റ്റ് അങ്ങോട്ടേക്ക് വന്ന് ഷുയാൻ എന്താ മോളെ ലേറ്റ് ആയത്, എന്നെ വിളിച്ചിട്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ലിയാങ് ഷുയാനെ ഞാനാണ് ഇവിടെ ഡ്രോപ്പ് ചെയ്തത് എന്ന് പറയുന്നു. അപ്പൊ ഹോമിങ് താങ്ക്സ് പറഞ്ഞിട്ട് നിങ്ങൾ എന്റെ വൈഫിന്റെ ഇൻവെസ്റ്റർ മാത്രമല്ല അല്ലേ, എന്റെ വൈഫിന് നല്ല കെയറും കൊടുക്കുന്നുണ്ടല്ലോ. എന്തായാലും ഇപ്പൊ ലേറ്റ് ആയല്ലേ, വീട്ടിലേക്ക് പോക്കോ, ഞങ്ങൾ ഈ സമയത്തേക്ക് വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഷുയാൻ നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് നൈസിന് അവിടെ നിന്ന് കയറി പോവാണ്. അപ്പോൾ അവൾ അവിടെ നിന്ന് പോയതിനു ശേഷം ഹോമിങ് ആണെങ്കിൽ ഇവനോട് ഞാൻ നിന്നോട് മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഒരു പ്ലേ ബോയ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ അതൊന്നും എന്റെ വൈഫിന്റെ അടുത്തേക്ക് എടുത്തേക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവനും ഷുയാന്റെ പിറകെ തന്നെ പോവാണ്. അപ്പോൾ ഇവളാണെങ്കിൽ ലിഫ്റ്റിൽ കയറി പോകാൻ തുടങ്ങുമ്പോൾ ഹോമിങ് വിടാതെ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് ലിഫ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവളോട് ഞാനന്ന് ഭയങ്കര സന്തോഷത്തിലാണ്, എനിക്ക് വേണ്ടി നീ ലിയാങ്ങിനെ റിജക്ട് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഈ ലിഫ്റ്റ് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ഇവനാണെങ്കിൽ അത് വീണ്ടും ഓപ്പൺ ചെയ്യാണ്. ഇവർ തമ്മിൽ അങ്ങനെ ഓപ്പൺ ചെയ്തും ക്ലോസ് ചെയ്തും ഒരു തർക്കം തന്നെ നടക്കാണ്. അപ്പൊ ഹോമിങ് ഇന്നെന്തായാലും നീ അവനോട് പറഞ്ഞല്ലോ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ തന്നെ തീർത്തോളാന്ന് എന്ന് പറയുമ്പോൾ ഇവള് തീർച്ചയായും നിങ്ങൾ ഡിവോഴ്സ് തന്നാല് നമ്മുടെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ എല്ലാം തീരും എന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് പോവാൻ നോക്കുന്നു. പക്ഷെ വീണ്ടും ഇവൻ അത് ഓപ്പൺ ചെയ്യാണ്. അപ്പൊ ഇവളെ ദേഷ്യം വന്ന് മിസ്റ്റർ ഹോമിങ്, നമ്മൾ വിവാഹം കഴിച്ചത് ഒരു ലക്ഷ്യവും ഇല്ലാതെയാണ്, പ്രത്യേകിച്ച് അവരവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം. പക്ഷെ ഇപ്പൊ ഞാനൊരു സമാധാനത്തോടു കൂടിയുള്ള ലൈഫ് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളുടെ പാരന്റ്സിന് പ്രോമിസ് ചെയ്ത് കൊടുത്തതാണ് പബ്ലിക്കിന്റെ മുന്നിൽ നിങ്ങളുടെ ഫാമിലി ഇട്ട് കൊടുക്കില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ ലിയാങ്ങിനോട് മറുത്തൊന്നും പറയാതിരുന്നത്, ഡിവോഴ്സിന്റെ കാര്യം പറയാതിരുന്നത്. അതിനർത്ഥം എനിക്ക് ഡിവോഴ്സ് വേണ്ട, എനിക്ക് നിങ്ങളോടൊപ്പം വീണ്ടും ജീവിക്കണമെന്നല്ല, നിങ്ങൾ ദയവ് ചെയ്ത് സഹകരിച്ച് ആ ഒരു ഡിവോഴ്സ് വാങ്ങിത്തരണം എന്ന് പറഞ്ഞ് ഇവനോട് കൈ എടുക്കാനായിട്ട് പറയുമ്പോൾ ഹോമിങ്ങും കൈ എടുക്കുന്നു. പക്ഷെ അപ്പോഴും ലിഫ്റ്റ് ക്ലോസ് ആവുന്നില്ല, കാരണം ഇവനടുത്ത കാലെടുത്ത് വെച്ചേക്കാണ്. ഇവനാണെങ്കിൽ പെട്ടെന്ന് കാലിൽ നല്ലൊരു ചവിട്ട് എടുത്തിട്ട് മേല ഈ പരിസരത്ത് കണ്ടുപോരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഹോമിങ്ങും ഒന്നും ചെയ്യാനാവാതെ മുടന്തി അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഇവളെ തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ ലിന്നാണെങ്കിൽ ഇവളോട് വന്ന നിന്നെ ലിയാങ് കൊണ്ടുവിടുന്നത് ഞാൻ കണ്ടിരുന്നു, അല്ല നിങ്ങൾ തമ്മിൽ ഈയിടെയായിട്ട് എന്താ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷോയാൻ ഒന്നും നടക്കുന്നില്ല, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ എന്ന് പറയുമ്പോൾ ലിൻ നിനക്ക് എന്തുകൊണ്ട് പുള്ളിയെ നോക്കിക്കൂടാ, ഇപ്പോഴും നീ ഹാമിങ്ങിന്റെ പിന്നാലെ തന്നെയാണോ, അയാളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു, പ്രോജക്റ്റ് നേടിക്കൊടുക്കുന്നു, എന്താ നടക്കുന്നത്? ശരിക്കും നിനക്ക് പുള്ളി ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഹോമിങ്ങുമായിട്ട് ഒരു നല്ല ലൈഫാണ് ആഗ്രഹിക്കുന്നത്, നീ ഇപ്പോഴും പുള്ളിയെ സ്നേഹിക്കുന്നുണ്ട്, അതങ്ങ് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇവള് ഞാനിപ്പോ എന്റെ വർക്കിന്റെ കാര്യം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, വേറെ ആരുടെയും കാര്യം ശ്രദ്ധിക്കാൻ സമയമില്ല, എനിക്ക് ആരോട് ഫീലിങ്സും ഇല്ല എന്ന് പറയാണ്. പക്ഷെ ഇവർക്ക് ഹോമിങ്ങിനെ കുറിച്ചുള്ള ആ ഒരു റിസോർട്ടിൽ ഇവര് ഒരുമിച്ചായിരുന്നല്ലോ, ആ ഒരു സമയമൊക്കെ ഇവര് അഭിനയിച്ചതാണ് എങ്കിൽ പോലും ഇവർ അതെല്ലാം തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഇവർക്ക് അവനോടുള്ള ഇഷ്ടത്തില്ല കുറവൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഹോമിങ്ങും ഇപ്പൊ ഷോയാനെ നല്ലോണം തന്നെ മിസ് ചെയ്യുന്നുണ്ട്. ഷോയാൻ ഇവനോട് ഒരു അവസരം ചോദിച്ച് അപേക്ഷിച്ചതാണല്ലോ, പക്ഷെ ഇവനാണ് അത് തട്ടിത്തെറിപ്പിച്ചത്. സോ ഇവനിപ്പോ നല്ലതുപോലെ അതിനൊക്കെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഫാങ്ങിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഹാൻ ഇവളോട് അല്ല നീ കല്യാണം കഴിഞ്ഞ ഹോമിങ്ങിന്റെ പിന്നാലെ എന്തിനാ നടക്കുന്നത്, പുള്ളി നിന്നെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, നീ വെറുതെ നാണംകെടാനായിട്ട് കയറിച്ചില്ലെന്ന് എന്തിനാണ്, മറ്റൊരാളെ സ്നേഹിക്കുന്നതിന് മുന്നേ നീ സ്വയം ആദ്യം സ്നേഹിക്കാൻ പഠിക്കുക, നിന്നെ പോലെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലേഡിയെ മറ്റൊരാൾക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, സ്വന്തം കരിയറും ലൈഫും ഒന്നും നശിപ്പിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവള് ഞാൻ ഹോമിങ് ഇല്ലാതെ ജീവിക്കില്ല, എനിക്കതിന് കഴിയില്ല, മറ്റൊരാളോടൊപ്പമുള്ള ലൈഫ് എനിക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല, ഞാൻ സിംഗിൾ ആയിട്ട് തന്നെ ജീവിച്ചോളാം എന്ന് പറയുമ്പോൾ ഹാൻ ഇവളോട്
ഓ നീയും സിംഗിൾ ആയിട്ടാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാനും അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇവർക്ക് ഭാവിയിൽ മക്കളോ കാര്യങ്ങളോ ഒന്നും കാണില്ലല്ലോ. സോ മരിക്കാറാവുന്ന സമയത്ത് ആരുടെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്തായാലും ഇവർക്ക് നഴ്സിംഗ് ഹോമിൽ വല്ലതും അഭയം തേടണം. അതിനുവേണ്ടി ഇപ്പോഴേ സീറ്റ് ബുക്ക് ചെയ്തിടാം എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ഒരു നഴ്സിംഗ് ഹോമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവർക്ക് കാണിച്ചു കൊടുക്കാണ്. ഇതെന്റെ ഫ്രണ്ടിന്റേതാണ്, നമുക്ക് ഇവിടെ പോയി ജോയിൻ ചെയ്യാം, ഇവിടെ ഒരുപാട് ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാണ്. അപ്പൊ ഇവള് നിനക്ക് നാണയില്ലേ എന്നെ നഴ്സിംഗ് ഹോമിൽ പറഞ്ഞു വിടാൻ എന്ന് പറഞ്ഞിട്ട് ഇവനെ തല്ലാനായിട്ട് വരുന്നു. പക്ഷെ ഇവനാണെങ്കിൽ പെട്ടെന്ന് ഇവളെ കിസ് ചെയ്യാണ്. ഇവളും നോ എന്ന് പറയുന്നില്ല. സോ അവര് അവിടെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ അതിനുശേഷം ഹാൻ ആണെങ്കിൽ ഇവളോട് നീ ഹോമിങ്ങിന്റെ പിന്നാലെ എത്ര നാളായിട്ട് നടക്കുക, പക്ഷെ അവൻ നിന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, നമുക്ക് അവനൊരു പണിയെടുക്കാൻ വേണ്ടി ഒന്നിച്ചാലോ എന്ന് ചോദിക്കുമ്പോ ഫാങ് ഇവനോട് അല്ല നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്, പുള്ളി നിന്റെ ബോസ് അല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൻ അത് നിനക്ക് വേണ്ടിയിട്ടാണ്, നീ ഈ ഒരു ഇരുണ്ട ജീവിതത്തിൽ ജീവിക്കുന്നത് കാണാൻ ആവാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഇവളുടെ കൂട്ടുപിടിക്കാണ് ഹോമിങ്ങിന് ഒരു പണിയെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ പിറ്റേന്ന് ഹോമിങ്ങിന്റെ ഓഫീസിലേക്ക് വന്ന് അസിസ്റ്റന്റ് അറിയാതെ ഹോമിങ് ചെയ്യുന്ന പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സോ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവൻ ഫോട്ടോസ് എടുത്ത് ഇവന്റെ ഫോണിലേക്ക് മാറ്റുന്നു. അപ്പൊ ഇവിടെ ലിയാങ്ങിനെ ആണെങ്കിൽ അവന്റെ ചേച്ചിയായിട്ടുള്ള ജിയാങ് കാണാനായിട്ട് വന്നേക്കാണ്. എന്നിട്ട് ഇവനോട് നിന്നെ ഇപ്പൊ കാണാനേ കിട്ടാറില്ലല്ലോ, ഏത് പെണ്ണിന്റെ പിന്നാലെയാ, അതോ വർക്ക് റിലേറ്റഡ് ആയിട്ടാണോ ബിസി എന്ന് ചോദിക്കുമ്പോ ഇവനും അത് പിന്നെ എന്റെ ഫീമെയിൽ ഫ്രണ്ട്സ് ഒക്കെ ഓരോ സഹായങ്ങളെ ചോദിച്ചു വന്നാല് ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ചേച്ചി എന്ന് ചോദിക്കുമ്പോ ഇവര് അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, എന്റെ അനിയൻ ഒരുപാട് പെൺകുട്ടികളുടെ രക്ഷകനാണെന്ന്, അല്ല ഇപ്പൊ നീ ആർക്ക് വേണ്ടിയിട്ടാ ഈ സമയം കളയുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ ഷൂയാനാണ് എന്ന് പറയാണ്. അത് കേട്ട് ഇവര് ഷോക്കായി. ഷൂയാനോ, നിനക്കെന്താ തലയ്ക്കുള്ള കുഴപ്പമുണ്ടോ, അവള് ഹോമിങ്ങിന്റെ വൈഫാണ്, ഹോമിങ്ങും നമ്മളും ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നവരാണ്, നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൻ അതിനെന്താ കുഴപ്പം, ഞാൻ അവളുടെ ഇൻവെസ്റ്റർ ആണ്, അത് മാത്രമല്ല അവര് രണ്ടുപേരും വേർപിരിയാൻ പോവാണ് എന്ന കാര്യവും എനിക്കറിയാം എന്ന് പറയുമ്പോ ഇവര് ദേഷ്യപ്പെട്ട് എനിക്ക് റൂമേഴ്സ് ഒന്നും കേൾക്കണ്ട, ഞാനത് വിശ്വസിക്കുന്നുമില്ല, നീ അവളെ ഹെൽപ്പ് ചെയ്യാനും പോണ്ട ഇൻവെസ്റ്റ് ചെയ്യാനും പോണ്ട എന്ന് പറഞ്ഞ് ഇവനെ വരട്ടാണ്. ഇവന്റെ പോക്ക് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവര് ഒരു തട ഇടുന്നത് അവിടെ. അപ്പോ ഇവിടെ ഹോഷനോടാണെങ്കിൽ ഇവന്റെ കോച്ച് വന്നിട്ട് ഇവന് പുതിയൊരു കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിലേക്ക് പങ്കെടുക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് സംസാരിക്കണം, അവർക്കതിന് നിന്നെ വിടാനായിട്ട് താല്പര്യമുണ്ടോ എന്നൊക്കെ അറിയണം, സോ അതുകൊണ്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാനായിട്ട് പറയുന്നു. ഇവന്റെ പാരന്റ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. പക്ഷെ ഹോസ്റ്റനാണെങ്കിൽ എന്റെ ചേച്ചി ഇതൊക്കെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഷുയാന്റെ കോൺടാക്ട് ആണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോമിങ്ങിനോട് ഇങ്ങോട്ട് വരാനായിട്ട് പറയാണ്, അവർക്ക് തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഒരുക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഹോസ്റ്റന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ കോച്ചും ഇവരോട് അടുത്തായിട്ട് ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, അതിലേക്ക് ഇവനെ വിടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് ഹോസ്റ്റിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും അതിനെ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഷൂയാനോട് നിന്റെ അഭിപ്രായം എന്താണ് ഹണി എന്ന് ചോദിക്കാണ്. ഇവളും ഇവന്റെ ഹണി വിളി കേട്ട് ഒന്ന് അമ്പരക്കുന്നുണ്ട്. എന്നിട്ട് കോച്ചിനോട് ഹോഷൻ 350-ലേറെ ട്രെയിനിങ് സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പറ്റീഷനിൽ ഇവന് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും അതിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇവന്റെ ഹൈറ്റ് അനുസരിച്ച് ഇപ്പോഴുള്ള ഹോഴ്സ് വളരെ ചെറുതല്ലേ, അത് ഇവന് റൈഡിംഗ് സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹോമി ആണെങ്കിൽ ഷോക്കായി പോവാണ്. ഇവനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങളാണല്ലോ ഹോഷനെ പറ്റി ഇവളെ മനസ്സിലാക്കി വെച്ചേക്കുന്നതും ഇവന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചേക്കുന്നതും. ഇവൻ പോലും ആ ഒരു കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ കോച്ചും ഇവളോട് എന്തായാലും വേറൊരു ഹോഴ്സിന് ഇവന് കൊടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഹോച്ചനാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് സംസാരിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത് ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും തന്നെ ഒന്നും സംസാരിക്കാനാവുന്നില്ല. സോ ഷുയാൻ ഇവനോട് ഞാൻ പോവാണ്, കുറച്ച് ബിസിയാണ്, ഹോഷം വരുമ്പോ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഷുയാൻ അവിടെ നിന്ന് പോവാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും പാവം ഇവനാണെങ്കിൽ ജ്യൂസൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോ ഷുയാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഹോമിങ്ങിനോട് തിരക്കുമ്പോ അവള് ബിസി ആണെന്ന് പറഞ്ഞു പോയി എന്ന് പറയുന്നു. അപ്പൊ അത് കേട്ട് ഇവര് ദേഷ്യം വന്ന് നിനക്ക് അവളെ ഒന്ന് എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിർത്തായിരുന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു ചാൻസ് ഉണ്ടാക്കി തന്നത്, നിനക്ക് എന്തുകൊണ്ട് നിന്റെ തെറ്റ് മനസ്സിലാക്കി അവളോട് ക്ഷമ ചോദിച്ചൂടാ, നീ വീണ്ടും വീണ്ടും ചേച്ചി ഇഗ്നോർ ചെയ്ത് ദേഷ്യം പിടിപ്പിക്കാണ് എന്ന് പറഞ്ഞ് ഇവന് നല്ലത് കൊടുക്കാണ്. ഹോമിങ്ങിന് ഒന്നും തന്നെ തിരിച്ചു പറയാനാവുന്നില്ല. അതുപോലെ തന്നെ ഇവന്റെ അമ്മയും വന്ന് കണ്ട് ഷുയാന്റെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. അവള് ഹോഷിന്റെ കാര്യത്തിലായാലും അച്ഛന്റെ കാര്യത്തിലായാലും എന്റെ കാര്യത്തിലായാലും നിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ടാണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത്. നിന്നോട് അവൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടമാണെന്ന് ഞാൻ അവളുടെ കണ്ണുകളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അവൾക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവള് നമ്മുടെ ഫാമിലിയെ ഒരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട്. സത്യത്തില് ഇതൊക്കെ എന്റെയും കൂടെ തെറ്റാണ്. ഷുയാനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തുടക്കത്തില് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അവൾക്കൊരു ഫാമിലി വേണമെന്ന കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. അവൾക്ക് കള്ളം പറയേണ്ടി വരില്ലായിരുന്നു. എല്ലാം എന്റെ കൂടെ മിസ്റ്റേക്ക് ആണ് മോനെ. അതുകൊണ്ട് നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും അവളെ തിരിച്ചുകൊണ്ടുവരണം. അവൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. എനിക്ക് പലപ്പോഴും അവളില് എന്റെ ഒരു ചെറുപ്പകാലമാണ് ഓർത്തെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ അവളെ വിട്ടുകളയരുത് എന്ന് പറയുമ്പോ ഹോമിങ് അമ്മ അവൾ എപ്പോഴും എന്റെ വൈഫാണ്. അവളെന്നെ കല്യാണം കഴിച്ചു പോയ സ്ഥിതിക്ക് അവളെ ഞാൻ എന്തായാലും അങ്ങനെ വിട്ടുകളയില്ല എന്ന് പറയുന്നു. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാണ്.
പക്ഷെ അതിനുശേഷം ഇപ്പോ ഷെന്നാണെങ്കിൽ ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണല്ലോ. അവന്റെ ആ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് പോകുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് അവിടെയുള്ള ഒരാൾക്കാണെങ്കിൽ കാലിന് പരിക്ക് പറ്റാണ്. അതുകൊണ്ട് തന്നെ ഷെന്നാണ് ആ ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത്. പക്ഷെ ഇവ നോക്കുമ്പോൾ ആ ഒരു സമയത്ത് യു ആണെങ്കിൽ അവന്റെ ആ ഒരു ജൂനിയർ പെൺകുട്ടി ഉണ്ടല്ലോ, ആ ഒരു പെൺകുട്ടിയെ സമാധാനിപ്പിക്കുന്നു, ടിഷ്യൂ എടുത്തു കൊടുക്കുന്നു, കണ്ണീര് തുടച്ചു കൊടുക്കുന്നു, എന്നിട്ട് അവളെ ക്യാൻറ്റീനിലേക്ക് കൊണ്ടുവരുന്നു, വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു, അവളെ സമാധാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ആ കാര്യങ്ങളൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് ലിനിന് അയച്ചു കൊടുത്ത് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഇവളെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇവളെയും ആ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ഇവളെ നോക്കുമ്പോൾ കാണുന്നത് ആ ഒരു ജൂനിയർ പെൺകുട്ടിയെ യു ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുന്നതൊക്കെയാണ്. ഇവൾക്ക് അത് കാണുമ്പോൾ എന്തോ കുറച്ച് വിഷമവും കാര്യങ്ങളും ഒക്കെ ആകുന്നു. പക്ഷേ ഷെൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ ഇവൾ അവിടെ നിന്ന് പോകുമ്പോൾ ഷെൻ ആണെങ്കിൽ ഇവളുടെ പിന്നാലെ തന്നെ ചെന്ന്, നീ കണ്ടില്ലേ കാര്യങ്ങളൊക്കെ, അവൻ നിന്നെ സിൻസിയറായിട്ട് നല്ല സ്നേഹിക്കുന്നത്, അവൻ നിന്നെ വേറെ ഒരു നേരം പോക്കിനെ നോക്കുന്നത്, അല്ലെങ്കിൽ തന്നെ അവന്റെ പ്രൊഫഷനായിട്ട് മാച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല നീ, നിന്നെ അവൻ കബളിപ്പിക്കുകയാണ്. ഞാൻ മാത്രമാണ് നിനക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിന്നിട്ടുള്ളത്. നീ ഇപ്പോഴെങ്കിലും അതൊന്ന് മനസ്സിലാക്കുക. ഞാനിപ്പോ നിനക്ക് വേണ്ടി ബോക്സിംഗ് വരെ പഠിക്കാൻ തീരുമാനിച്ചു. ആര് നിന്നെ ഉപദ്രവിക്കാൻ വന്നാലും വേദനിപ്പിച്ചാലും ഞാൻ അവരെയൊക്കെ ഇടിച്ചോളാം എന്ന് പറഞ്ഞ്, അതായത് ഇവൻ ബോക്സിംഗ് പഠിക്കാൻ പോയതിന്റെ ഉദ്ദേശം ഇവൾക്ക് വേണ്ടിയിട്ടാണ്, ഇവളുടെ ഒരു രക്ഷകനാവാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു രീതിയിലെങ്കിലും ഇവളെ അക്സെപ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച്. പക്ഷെ ലിനാണെങ്കിൽ ഇവനോട്, നമ്മൾ തമ്മിൽ ഒരിക്കലും മുന്നോട്ട് പോവില്ല. ഇപ്പൊ നമ്മൾ ഒന്നിച്ചല്ലാണ്ട് തന്നെ നമ്മൾ ഹാപ്പി അല്ലേ, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി. എനിക്ക് എന്റെ കാര്യവും നടക്കും, നിനക്ക് നിന്റെ കാര്യവും നടക്കും. നീ നമ്മുടെ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നൊക്കെ എനിക്ക് അറിയാം. പക്ഷെ നമ്മൾ രണ്ടുപേരും മാച്ച് ആയിട്ടുള്ളവരല്ല. അതുകൊണ്ട് തന്നെ നീ എന്നെ ശല്യം ചെയ്യാനായിട്ട് വരരുത്, എനിക്ക് ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് കുറച്ച് ഫീൽ ആയിട്ട് തന്നെ സംസാരിച്ചിട്ട് പോകുമ്പോൾ ഇവനും അത് വളരെ വിഷമത്തിലാണ് നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഹോമിങ്ങിനോടാണെങ്കിൽ അസിസ്റ്റന്റ് വന്നിട്ട്, ഷോയാന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ് പോകുന്നത്, അവരുടെ ഗ്രോത്ത് കയറിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെയാണ്, ആളുകൾക്ക് ട്രസ്റ്റും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് ഒരുപാട് വരുന്നുണ്ട്. എന്തായാലും മാഡം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അത് നിങ്ങളോടൊപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പുള്ളിക്കാരി തിരിച്ചു വരുന്നതിന് മുന്നേ ചിലപ്പോ ഇൻഡിപെൻഡന്റ് ആവാനായിരിക്കും ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവനും ആയിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അസിസ്റ്റന്റ്, തീർച്ചയായും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്, നിങ്ങളായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കണമെങ്കിൽ അന്ന് റഷ്യനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി സാറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒരു പെൺകുട്ടി ഒരാളെ വെറുക്കുന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും അയാളെ ഹെൽപ്പ് ചെയ്യില്ല. പക്ഷെ അങ്ങനെ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും മാഡത്തിന് സാറിനോടുള്ള ഇഷ്ടം ഇതുവരെയും കുറഞ്ഞിട്ടില്ല. നിങ്ങളോടൊപ്പം ഒരു റൂമിൽ വരെ താമസിച്ചില്ലേ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും മാഡത്തിന് സാറിനെ ഇഷ്ടം തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇവൻ, പക്ഷെ അവൾക്ക് ഇപ്പോഴും ഡിവോഴ്സ് വേണോന്നല്ലേ പറയുന്നത് എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ്, അതൊക്കെ പുള്ളിക്കാരി ദേഷ്യത്തിൽ പറയുന്നതായിരിക്കും. ഇപ്പോ മാഡത്തിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഡയറക്റ്റ് സംസാരിച്ചുകൊണ്ട് നടക്കില്ല, കാരണം അത് കുറച്ചുകൂടി കാര്യങ്ങൾ വഷളാക്കും. അതുകൊണ്ട് പുള്ളിക്കാരിയുടെ ഫ്രണ്ട്സ് വഴി സമീപിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഇവൻ, അതൊരിക്കലും നടക്കില്ല, ഞാൻ ലിന്നുമായിട്ട് കോണ്ടാക്ട് നോക്കിയതാണ് പക്ഷെ നടന്നില്ല എന്ന് പറയുമ്പോൾ ഇവൻ, എങ്കിൽ പിന്നെ ഏതെങ്കിലും മെയിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്, പെണ്ണുങ്ങൾ അല്ലെങ്കിലും അങ്ങനെ തന്നെയാ, പക്ഷെ ആണുങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും എന്ന് പറയുമ്പോൾ ഇവനും അങ്ങനെ ഒരു മെയിൽ ഫ്രണ്ട് ആരാണ് എന്നാണ് ചിന്തിക്കുന്നത് ഷോയാന്. അപ്പോ ഇവിടെ ലിന്നാണെങ്കിൽ ഉറക്കത്തിൽ വരെ ഫുള്ള് സ്വപ്നങ്ങളിൽ കാണുന്നത് ആ ഒരു ജൂനിയർ പെൺകുട്ടിയും യുവും വളരെ ക്ലോസ് ആയിട്ട് റൊമാൻറ്റിക് ആയിട്ട് ഉള്ളതാണ്. ഇവൾക്കാണെങ്കിൽ അതൊക്കെ കണ്ട് ഉറക്കം പോലും ഇല്ല. ഇവളാണെങ്കിൽ പെറ്റിയും തന്നെ യുവിനെ കാണാൻ വന്നിട്ട് ഇവനോട് ഇവളുടെ മനസ്സിലുള്ള ആ ഒരു ഇഷ്ടം തുറന്ന് പറയുമ്പോൾ ഇവനും വളരെ സന്തോഷത്തില് ഇവളോടും തിരിച്ച് ഇഷ്ടമാണ് എന്ന് പറയാൻ വരുന്നു. പക്ഷെ ലിന്നാണെങ്കിൽ അത് കേൾക്കാതെ ഇവനെ തടഞ്ഞിട്ട്, നിക്ക് ഞാൻ പറയട്ടെ, എനിക്ക് നിങ്ങളെ ഒരുപാട് നാളായിട്ട് ഇഷ്ടമാണ്, പക്ഷെ അത് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ രണ്ടുപേരും തമ്മിൽ ഇപ്പൊ ഒരുപാട് വ്യത്യാസമുണ്ട്, പണ്ടത്തെ പോലെയൊന്നും അല്ല. എനിക്കറിയാം നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ലേഡി ഡോക്ടേഴ്സ് ഉണ്ടെന്ന്. ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ കണ്ടിരുന്നു നിങ്ങൾ ജൂനിയറുമായിട്ട് സംസാരിക്കുന്നതൊക്കെ. നിങ്ങൾ രണ്ടുപേരും ഒരേ പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ളിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ചേരേണ്ടവർ. നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും. എന്നെ പോലെ അല്ലല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ള വ്യക്തിയെ ചൂസ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഇവളോട് തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. ഞാനും ആ ജൂനിയർ പെൺകുട്ടിയായിട്ട് ഒരു ബന്ധമില്ല. പുള്ളിക്കാരിയുടെ ഒരു പേഷ്യന്റ് സർജറിക്കിടെ മരണപ്പെട്ടു. സോ അത് ഫസ്റ്റ് ടൈം ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു കുട്ടിക്ക് താങ്ങാനേ ആയില്ല. അതുകൊണ്ട് ഞാൻ അവളെ ആശ്വസിപ്പിച്ചത് എന്ന് പറയാണ്. അതായത് ആ ഒരു പെൺകുട്ടിയും ഇവനും തമ്മിൽ മറ്റൊരു തരത്തിലുള്ള ബന്ധം കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ഇവൻ പറയുന്നത് വിശ്വാസമാകുന്നുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്ത് തന്നെയായാലും നമ്മളിപ്പോ കുട്ടികളൊന്നും അല്ല, എടുക്കുന്ന തീരുമാനം വളരെ ഉറച്ചതായിരിക്കണം, ഉറപ്പുള്ളതായിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാഴ്ച നോക്കാം, പരസ്പരം ഒരു കോണ്ടാക്റ്റും വേണ്ട, അതുവരെ സമയമുണ്ട്, എന്താണെന്ന് വെച്ചാൽ അപ്പൊ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് ലിന്നാണെങ്കിൽ ഇവനെ അവോയ്ഡ് ചെയ്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഇവളെ വിചാരിക്കുന്നത് ഒരു ഡോക്ടർ ആണല്ലോ, പക്ഷെ ഇവളുടെ എഡ്യൂക്കേഷൻ വെച്ചിട്ട് ഇവളാണെങ്കിൽ വളരെ പുറകിലോട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. സോ ആ ഒരു രീതിയിൽ ഇവർ ഒരിക്കലും മാച്ച് ആവില്ല എന്ന രീതിയിലാണ് അവൾ ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത്. അതിനുശേഷം ഷോയാനും ലിന്നാണെങ്കിൽ ഫുൾ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി അവളോട് ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഹ്യൂവിന്റെ കാര്യങ്ങൾ എല്ലാം തന്നെ ലിന്നും ഷോയാനോട് തുറന്ന് പറയുന്നു. ഞാൻ പുള്ളിയെ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്, പക്ഷെ അന്ന് അതൊക്കെ നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഭാവിയെ വളരെ മുന്നോട്ട് നയിക്കുന്നതല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയില്ല, എനിക്ക് പേടിയാവാണ്, കൃത്യമായിട്ട് ഒരു തീരുമാനം പോലും എടുക്കാനാവുന്നില്ല എന്ന് പറയുമ്പോൾ ഷോയാൻ,
നിനക്കിപ്പോ ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നീ ശരിക്കും മെച്ചുവേർഡായി. പിന്നെ പ്രണയം എന്ന് പറയുന്നത് എന്ന് സന്തോഷം തരുന്ന ഒരു വസ്തുവല്ല. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യാനുണ്ട്. എന്ത് തന്നെ ആയാലും നമ്മൾ അത് ധൈര്യത്തോടു കൂടി നേരിടണം. നിനക്ക് എന്താണ് വേണ്ടതെന്ന് നിനക്ക് മാത്രമേ ഈ ലോകത്ത് മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ നിനക്ക് അതിനുള്ള ആൻസറും കണ്ടെത്താൻ സാധിക്കും എന്ന് പറഞ്ഞ് ഇവൾക്ക് ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ നൽകുമ്പോൾ അവളും കുറച്ചൊക്കെ ഓക്കെ ആവാണ്. അതിനുശേഷം ഷുയാനാണെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ അവിടെ യു ആണെങ്കിൽ പുറത്ത് ലിനിനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവന് അകത്തോട്ട് കയറാനുള്ള ധൈര്യമില്ല. കാരണം അവളെ ഇവനോട് ഒരാഴ്ചത്തേക്ക് കാണണ്ട എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അത് മനസ്സിലാക്കിയ ഷുയാനാണെങ്കിൽ ഇവനോട് നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നം എന്നൊക്കെ ലിനോട് പറഞ്ഞു. അവള് പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഭാവിയിൽ അതൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും എടുക്കുന്ന തീരുമാനം ആലോചിച്ചിട്ട് വേണം. അവളിപ്പോ ഇവിടെയില്ല, പ്രോഡക്ട്സ് ഒക്കെ എടുക്കാൻ വേണ്ടി പുറത്തു പോയേക്കാണ്. അവൾക്ക് എന്തായാലും കുറച്ച് സമയം കൊടുത്തു നോക്ക്, നീയും സ്വന്തമായിട്ട് ആലോചിക്കുക എന്ന് പറയുമ്പോൾ യുവിനും അതൊക്കെ മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ലിനിനെ കാണാനോ ഫോഴ്സ് ചെയ്യാനോ ഒന്നിനും നിൽക്കുന്നില്ല. അവൻ കൊണ്ടുവന്നിട്ടുള്ള ഫ്ലവേഴ്സ് ഷുയാനെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം ഇവനെ ഒരാൾ വിളിച്ചിട്ട് ഇവനിപ്പോ ഒരു ബാറിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഹോമിങ് ആണ്. ഷുയാന്റെ ഏക നല്ലൊരു മെയിൽ ഫ്രണ്ട് യു തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ ഹോമിങ് യുവിനെ വിളിപ്പിച്ചേക്കുന്നത്. അപ്പോ ഹോമിങ് ഇവനോട് നിനക്ക് ഷോയാനെ ഇഷ്ടമായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോ യു അയ്യോ അത് പണ്ടെങ്ങാണ്ടാണ്, അവളെ ഇഷ്ടമായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. പക്ഷെ ഞാൻ അവളെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ നാട്ടിൽ വെച്ച് വീണ്ടും കണ്ടപ്പോ എന്തോ ഒരു സ്പാർക്ക് തോന്നിയതാണ്. പക്ഷെ അവളെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ എല്ലാ ആഗ്രഹവും ഉപേക്ഷിച്ചതാണ്. കാരണം അവൾ അത്രയും സന്തോഷത്തിലാണ് അവളെ വിവാഹം കഴിച്ചു എന്ന കാര്യം എന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പോ ഹോമിങ് നീയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ശരിക്കും അതുകൊണ്ട് ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിട്ടാ. ഷോയാനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഒന്ന് സഹായിക്കണം. നിനക്കാവുമ്പോ അവളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാലോ എന്ന് പറയുമ്പോ ഇവൻ അത് എനിക്ക് എങ്ങനെയാ സാധിക്കുന്നത്? ഇപ്പൊ തന്നെ ഞാൻ ലിന്നുമായിട്ട് ഏതാണ്ട് തെറ്റി നിൽക്കുക. ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പോലും എനിക്ക് സോൾവ് ചെയ്യാനാവുന്നില്ല എന്ന് പറയുമ്പോ ഹോമിങ് നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ഇവനും പൂർണ്ണമായും ബ്രേക്കപ്പ് ആയിട്ടില്ല, പക്ഷെ കൂളിംഗ് പീരീഡിലാണ് എന്ന് പറയുന്നു. അപ്പൊ യു ഇവനോടും നിങ്ങൾക്കിടയിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ഹോമിങ് ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷെ കൂളിംഗ് പീരീഡിലാണ് എന്ന് പറയുന്നു. സോ രണ്ടുപേരും ഒരേ പ്രശ്നത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ടുപേർക്കും ഷോയാനെയും ലിനിനെയും തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം. സോ യു ആണെങ്കിൽ ഹോമിങ്ങിനോട് ഷോയാൻ നിങ്ങൾ എന്തായാലും ഒരുപാട് വെറുക്കുന്നുണ്ടെന്ന് തോന്നില്ല, പുള്ളിക്കാരെ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവന് സന്തോഷാവുകയാണ്. അപ്പൊ ഹാമിങ് എല്ലാം എന്റെ തെറ്റാ, എന്റെ ഫീലിംഗ്സ് ഞാൻ അവളോട് ഷോ ചെയ്യുന്നതിൽ കുറച്ച് സ്ലോ ആയി പോയി എന്ന് പറയുമ്പോൾ യോ അതെ എന്റെയും പ്രശ്നം സെയിം തന്നെയാണ്. ലിന്ന എപ്പോഴും കൂടെ ഉണ്ടായിരുന്നപ്പോ എന്റെ മനസ്സ് ഞാൻ അവളോട് തുറന്ന് സംസാരിച്ചിട്ടേ ഇല്ല. പക്ഷെ അവളാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നത് പോലും കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ ഏതാണ്ട് ഒന്ന് തന്നെ ആണല്ലോ. സോ യു ആണെങ്കിൽ ഷോയാനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഹോമിങ്ങിനെയും ഹെൽപ്പ് ചെയ്യാം, ഹോമിയെ ലിനിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി യുവിനെയും സഹായിക്കാം എന്ന് പറഞ്ഞ് ഇവര് മ്യൂച്വൽ ആയിട്ട് ഒരു സ്റ്റാൻഡിംഗിൽ എത്താണ്. ഒരുമിച്ച് മുന്നോട്ട് പോവാം എന്നൊരു ഇതില്. സോ അവര് ചിയേഴ്സ് പറഞ്ഞ ഒരു ടീം ആവുകയാണ്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വരിയിൽ കാണാം.